നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അലവലാതി രേണുസുധിയുടെ ഫ്രണ്ട്സാണെന്ന് പറയുന്നു. അവൻ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ അവിടെ രേണുസുധി കീമോയ്ക്ക് അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് അവിടെ പോയി അവിടെ രഹസ്യ സന്ദർശനമൊക്കെ നടത്തി. അങ്ങനെ അവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്നത്. ഇപ്പോൾ ഈ രേണുസുധിയുടെ പേരിൽ ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചിട്ട്, അതായത് രേണുസുധി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനൊരു വാർത്ത പറഞ്ഞു. ഇവൻ ഏത് ചട്ടിയാണെന്നറിയില്ല. ഇവനെ എന്താ അൻഷാദ് പാലയോ അങ്ങനെ എന്തോ ഒരുത്തനാണ്. എന്തായാലും അൻഷാദ്, നിനക്ക് ഈ അടുത്ത് തന്നെ 8ന്റെ പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിനെ പറ്റിയിട്ട് എന്ത് കണ്ടന്റും വെച്ചിട്ടുണ്ടാക്കാം. അത് വിറ്റിട്ട് കാശുണ്ടാക്കാന്ന് പറയുന്ന ഒരു വ്യാമോഹത്തിലാണ് നീ ഈ പറയുന്നത്. മനസ്സിലായില്ലേ? നിനക്ക് ശരിക്കും പണി കിട്ടാൻ പോകുന്നുള്ളൂ. നീ ശരിക്കും എന്താണ്, നിനക്ക് ആളുകളുടെ കൈയുടെ ചൂട് നീ അറിഞ്ഞിട്ടില്ല. രേണുസുധി ശരിയാണ്, അവരുടെ കഴിഞ്ഞ കാലമൊക്കെ പോയിക്കോട്ടെ. ഇപ്പോൾ അവർ ഒരു അത്യാസന്ന നിലയിൽ ഇപ്പോൾ അവർ ക്യാൻസർ രോഗത്തിൽ മല്ലടിച്ചിങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം നീ ഇന്ന് പ്രചരിപ്പിച്ച് നാറിയ വർത്താനം ഉണ്ടല്ലോ, വേറെ ചെറ്റ വർത്താനം കേട്ടോ. ഇത് ഒരിക്കലും ഒരാളോട് ചെയ്യാൻ പറ്റില്ല. നീ എന്താ കരുതിയത്? നീ അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു, നീ കണ്ടോ? അത് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? പലതെന്തൊക്കെ ഉണ്ടായ വർത്തമാനം പറയാൻ നിൽക്കരുത് കേട്ടോ. നിന്നെ ഇവിടെയുള്ള യൂട്യൂബർമാരെല്ലാം ഇന്ന് വലിച്ചടയ്ക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്തായാലും നിന്റെ ആ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നീ സംസാരിക്കുന്ന അത് ഞാൻ പലയിടത്തുനിന്നും വാങ്ങിയതാണ്. നിനക്ക് എന്താ തെളിവുള്ളത്? നീ എന്താണ് ഈ കിച്ചുവിനെയൊക്കെ നീ തെറി പറയാൻ കാരണം എന്താ? കിച്ചു ഒന്നും കൊടുക്കുന്നില്ല എന്നോ? കിച്ചുവിൻ്റെ അടുത്ത് കിച്ചുവിന് നീ പൈസ കൊടുത്തുന്നോ? ചിലവിന് പൈസ ഇട്ട് നീയാണ് പൈസ കൊടുത്തുന്നോ? നിൻ്റെ അടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടോ? രേണുസുധി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അത് രേണുസുധിയുടെ ചേച്ചിയുടെ ഭർത്താവ് കണ്ടു, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് നീ ഇവ പറഞ്ഞുണ്ടാക്കി വരുന്നത് അല്ലേ? എന്തായാലും സുഹൃത്തുക്കളെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇവൻ പറയുന്നത് എന്താണെന്നല്ല ഈ ചെറ്റ പറയുന്നത്. ക്യാൻസർ ആണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി തൂങ്ങിയായിരുന്നു. അപ്പം രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടത് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്. അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തുടങ്ങിയത്. ഞാനെന്നുള്ള കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. രേണുസുധി കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ രേണുസുധിയുടെ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള അവിടെ രേണുസുധിയുടെ ഒപ്പം അഭിനയിച്ച ആരെങ്കിലും ആവും. അവരാരോ വീട്ടിൽ വരുന്നുണ്ട്. അപ്പം അവരെ സ്വീകരിക്കാനായിട്ട് രേണുസുധി 3-4 മണിക്കൂർ മുമ്പ് വീട്ടിലുള്ള വിവരമൊക്കെ അറിയാം. ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാവിലെ മരിക്കാൻ ശ്രമിച്ചു. തക്ക സമയത്ത് അയാൾ അവിടെ വന്നുകൊണ്ട് ആശുപത്രിയിൽ പോയി. അയാൾ നിന്നോട് പറഞ്ഞോ ഇവള് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത്? പിന്നെ നീ എന്തുദ്ദേശത്തിലേ പറയുന്നത്? മനുഷ്യന്മാരായ കുറേയൊക്കെ ഒരു വിവരമാണ്. നിനക്ക് കണ്ടന്റായിട്ട് നീ എന്തോ നാറിയ പരിപാടി ചെയ്യാം. രേണുസുധിനെ വിറ്റ് ജീവിക്കാന്നുള്ളൊരു പരിപാടി. നിന്നോട് രേണുസുധി നിന്റെ പേരിലെ ഇങ്ങനെ അവൾ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അവളുടെ തൻ്റെ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നീ ശരിക്കും പെട്ടത് തന്നെ കേട്ടോ. എനിക്ക് പ്രേക്ഷകരോട് നമുക്ക് ഇവൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഇവൻ്റെ വീഡിയോ കാണിച്ചാണല്ലോ. അപ്പോൾ ഇവൻ പറയുന്നത് എന്താണ്? ഇവൻ വേറെ ഈ രേണുസുധിയോടൊപ്പം ഒരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൽബം തോന്നുന്നു. ഇവനൊരു ഫാൻറ്റ് മാത്രം ഒരു ഷർട്ട് ഇടാതെ നിൽക്കുന്ന രേണുസുധിയുടെ അടുത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ആൽബത്തിൻ്റെ ഫോട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് നീ അവളെ ഇങ്ങനെ വലിച്ചഴക്കുന്നതെന്ന് മനസ്സിലായി. ഈ പല ചെറ്റത്തരം പറയാൻ നിൽക്കരുത് കേട്ടോ. കാര്യം അവള് ലാശവരത് ആയിട്ട് കുറേ കാലമൊക്കെ നടന്നാണ്. ഇപ്പം എല്ലാവരും അവളെ ആ രോഗശൈലി കിടക്കുകയാണ്. അപ്പോൾ നീ അവിടെ വന്നിട്ട് കുത്തി നോക്കിയാൽ നിൽക്കരുത്. മനസ്സിലായല്ലോ? അവള് ശരിക്കും ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നീ പെട്ടത് തന്നെ. നിനക്ക് 8ന്റെ പണി കിട്ടാൻ പോകുന്നത് മോനെ. നിന്നോട് ആരേതൊക്കെ പറഞ്ഞു? നിനക്ക് തലയ്ക്ക് ലെവലില്ലേ? നീ ഇത് സത്യസന്ധമായിട്ട് അന്വേഷിച്ച കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. മനുഷ്യന്മാരെ കുറേയൊക്കെ വില വേണം, ഉളുപ്പ് വേണം. അധ്വാനിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ വേറെ എന്തെല്ലാം കണ്ടന്റുകൾ നിനക്ക് ഉണ്ടാക്കാനുണ്ട്. നിനക്ക് ഈ രേണുസുധിനെ ഈ ഒരു കാരണം പറഞ്ഞിട്ട് വേണം കണ്ടന്റ് ഉണ്ടാക്കാൻ.
നിന്നിന്ന് യൂട്യൂബർമാരെല്ലാം കൂടെ എടുത്തിട്ട് കൊടയുകയാണ്, മനസ്സിലായല്ലോ? തെറിയുടെ അഭിഷേകമാണ് നിനക്ക്. നീ ഏത് യൂട്യൂബ് ചാനലിൽ എടുത്തു നോക്ക്, നിന്നെ പറ്റി ഒരാൾ നല്ലത് പറയുന്നില്ല, മനസ്സിലായല്ലോ? നീ കിച്ചു പരന്നറിയാണ് മറ്റൊന്നറിയാന്നൊക്കെ പറയല്ലോ, നിനക്കെന്താ അത് പറയാൻ അധികാരം എന്താ? അപ്പം അവൻ പരന്നറിയാണെങ്കിൽ നീ അതിൻ്റെയും വലിയ നാറിയല്ലേ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? സംഭവം നീ കണ്ടതാണെങ്കിൽ ഓക്കെ. പിന്നെ നീ കിച്ചുവിന് പല പ്രാവശ്യം പൈസ കൊടുത്തു പറയാം, അതിൻ്റെ സ്ക്രീൻഷോട്ട് നിന്റെ അടുത്തുണ്ടോ? വേറെ വന്ന് ഇങ്ങനെ കൊണയടിക്കാൻ നിൽക്കരുതേ. നിനക്ക് പണി എട്ടിൻ്റെ കിട്ടാൻ പോകണുള്ളൂ, മനസ്സിലാക്കിക്കോ. നീ എന്തൊക്കെയെന്ന് വിളിച്ച് പറഞ്ഞത്? ഞാൻ ആ വീഡിയോ എല്ലാ കാര്യം ഇതിൽ വേറെ 1-2 വ്യക്തികളുടെങ്കിലും വീഡിയോ കൂട്ടാണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ഉണ്ട്. പക്ഷെ ഞാൻ കൂട്ടിയിട്ടില്ല. സജീന പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് ശാരിക വന്നിട്ട് പറയുന്നുണ്ട്. ശാരികയുടെ രീതിയിലുള്ള കിച്ചുവിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു സംസാരമാണ്. ആ ചെറുക്കൻ എന്ത് തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. ചിലപ്പോൾ അവൻ്റെ ചെറുപ്പകാലത്തൊക്കെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അന്ന് തന്നെ അവൻ വിവരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പല പ്രാവശ്യം അവൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതിങ്ങനെ എടുത്തിട്ട് ചകയാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? രേണു ഒന്ന് വീട്ടിൽ കടന്ന് ഉറങ്ങുന്നുണ്ടെന്നുള്ള ഒരു വിവരമാണ് എല്ലാവർക്കും കിട്ടിയത്. അവള് അസുഖം അങ്ങനെ ഒരു ഭാഗത്തോട്ട് പോകുന്നുണ്ട്, പക്ഷെ അവളിന്ന് പൂർണ്ണ റെസ്റ്റാണ്. എന്നിട്ട് നീ രാവിലെ ഈ വേണ്ടാത്ത വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിന്നോടൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കൂടുതൽ പറയാനുണ്ട്. ശരിയെന്ന് നിർത്തുന്നു, പോയി.